യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനി തന്നെ ഞാൻ ഒരു ജയിലിന് വിട്ടുകൊടുക്കില്ല, ഉറപ്പ്. പക്ഷേ എന്നെ ഇറക്കിയപ്പോ അച്ഛൻ അതിനകത്തേക്ക് പോയി. അത് നമ്മളാരും കേസ് കൊടുത്ത് പറഞ്ഞയച്ചല്ലോ. കോടതിയിൽ മാപ്പ് എഴുതി കൊടുത്തിട്ട് പോരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ വാശിയായിരുന്നില്ലേ? അജുവേട്ടൻ പ്രിയയെ അങ്ങോട്ട് ജീവനോടെ എത്തിക്കുമെന്ന് അച്ഛൻ ഒരിക്കലും വിചാരിച്ചു കാണില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കറ അച്ഛമ്മയുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോവില്ല. തിരിച്ചെത്തുമ്പോ നോക്കിക്കോ, അതിന്റെ ഫലം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വരും. ഈ കുടുംബത്തിലുള്ളവരുടെ മനസ്സിൽ എന്നും അത് മായാതെ നിൽക്കും. പണ്ടായിരുന്നെങ്കിൽ താൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ. ഇപ്പൊ എന്ത് കുടുംബാടോ ഇത്? തരം കിട്ടിയ തമ്മി തല്ലാനും പാര വെക്കാനും നടക്കുന്ന ആളുകൾ ഒന്നിച്ചു കഴിയുന്ന ഒരു താവളം, അത്രേ ഉള്ളൂ. കുടുംബം എന്ന പേരൊക്കെ എന്നേ പോയി. പലതരക്കാർ ഒന്നിച്ചു കഴിയുന്ന ഒരു അഭയാർത്ഥി ക്യാമ്പിൽ പോലും ഇതിനേക്കാൾ ഒത്തൊരുമയും സ്നേഹവും ഉണ്ടാവും. അതിന് കാരണം ഞാനാണെന്ന് പറയുമ്പോഴേ വിഷമം. എന്തിന് താൻ അതിന് നിന്നു കൊടുക്കണം? ഒരു കാര്യം ഉറപ്പ്, പ്രിയയുടെ കാര്യം പറഞ്ഞ് അച്ചമ്മയും മധുവാന്റെയും തന്നെ ചക്രശ്വാസം വലിപ്പിക്കും. തരത്തിന് മറുപടി പറഞ്ഞു നിന്നില്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന് കരയാനേ നേരം കാണാം. എടോ, ദേ, താൻ ജയിലിൽ പോയതൊന്നും അവരുടെ പ്രശ്നമാവില്ല. പ്രിയ ഇവിടെ നിന്ന് പോയി അനുഭവിച്ചതും ദേ ഇപ്പൊ ഇങ്ങനെ ആയതുമൊക്കെ താൻ കാരണമെന്നാവും അവര് പറയാൻ പോവാ. എന്നാലും അവളുടെ ധൈര്യം സമ്മതിക്കണം അല്ലേ? അങ്ങനൊരു സമയത്ത് ഇവിടെ നിന്ന് ആരുടെയും കണ്ണിൽ പെടാതെ പുറത്തു ചാടിയില്ലേ? പിറ്റേന്ന് പോലീസ് വരുമ്പോ അവളും കുടുങ്ങുന്ന ഉറപ്പുള്ളോണ്ടല്ലേ അത്? അല്ല, അവളെ എങ്ങനെ തപ്പി കണ്ടുപിടിച്ചത്? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഈ കാലത്ത് ഒളിക്കാനാണ് പാടുമോളെ. പിടിക്കാൻ തീരുമാനിക്കുന്നവനെ കണ്ടെത്താൻ എത്രയോ വഴികളുണ്ട്. അതെ, എല്ലാ ക്രിമിനലുകൾക്കും ഒരേ സൈക്കോളജിയാ. തന്നെ അന്വേഷിക്കുന്നവരെക്കാൾ അല്പം കൂടി ബുദ്ധിയുള്ളവരാണ് താനെന്ന് അവർ കാണിക്കാൻ ശ്രമിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തന്നെ ഒരു പാറ്റേൺ ആയി മാറും. ആ പാറ്റേൺ വളരെ എക്സ്പ്ലിസിറ്റീവായി അവരെ കാണിച്ചു കൊടുക്കുമെന്ന് അവരൊട്ടും ചിന്തിക്കില്ല. പ്രിയ അങ്ങനെയായിരുന്നു. അതെ, അവള് കയ്യിൽ സൂക്ഷിച്ചത് അവളുടെ പേരിലല്ലാത്തൊരു ഫോണായിരുന്നു. ആ ഫോണിൽ നിന്ന് ആ പേരിൽ തന്നെയുള്ള മറ്റൊരു ഫോണിലേക്കും തിരിച്ചും ഇതേ ടവർ ലൊക്കേഷനിൽ വെച്ച് കോള് പോയതായിരുന്നു ആദ്യത്തെ സംശയം. ആ ഫോൺ ട്രാക്ക് ചെയ്ത് പോയപ്പോ അവൾ ആരൊക്കെയോ തുടർച്ചയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷേ പിടിക്കപ്പെടാതിരിക്കാൻ അവളൊരു ബുദ്ധി കാണിച്ചു. എന്ത്? ഫോണെ എപ്പോഴും ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരുമ്പോ 10-12 കിലോമീറ്റർ ദൂരെ പോയി ഒരു സ്ഥലത്ത് ചെന്ന് ഫോൺ ഓൺ ചെയ്ത് വിളിച്ചിട്ട് ഓഫ് ചെയ്ത് തിരിച്ചുപോയി. എന്തൊരു ബുദ്ധി അവക്ക്! അതിബുദ്ധിയാണെന്ന് പറയണം. ഒരിക്കൽ ഫോൺ ഓൺ ചെയ്ത സ്ഥലത്ത് പിന്നീട് ഒരിക്കലും അവള് ചെന്നിട്ടില്ല. എപ്പോഴൊക്കെ ഫോൺ ചെയ്യണോ അപ്പോഴൊക്കെ പല പല റൂട്ടുകളിൽ യാത്ര ചെയ്ത് പോയി സംസാരിച്ചു. അല്ല, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയത്? അതാണ് ഞാൻ പറഞ്ഞ പാറ്റേൺ. അവള് പോയ സ്ഥലങ്ങളെല്ലാം അടയാളപ്പെടുത്തി ഞങ്ങൾ ഒരു വൃത്തം വരച്ചു. എന്നും പല റൂട്ടുകളിൽ 10-14 കിലോമീറ്റർ സഞ്ചരിച്ച് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവൾ ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്കല്ലേ തിരിച്ചു മടങ്ങിയിരിക്കുക. അവള് പോയി ഫോൺ ഓൺ ചെയ്ത സ്ഥലങ്ങളെ മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് വരച്ച് ഞങ്ങൾക്ക് ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ പരമാവധി 1 കിലോമീറ്റർ ചുറ്റളവിൽ അവളുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ബ്രില്യന്റ്. പിന്നെ
ആ പരിസരത്ത് അവൾക്ക് കോണ്ടാക്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളുണ്ടോന്നായിരുന്നു ഞങ്ങൾ നോക്കിയത്. വിശ്വനാഥൻ സാറിനോട് ചോദിച്ചപ്പോ മല്ലിക എന്നൊരു സ്ത്രീയുടെ കഥ പുറത്തു വന്നു. മല്ലികയോ? മല്ലികയുടെ ഭർത്താവ് കുപ്പുസ്വാമി തിരുനെൽവേലിയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ നമ്പർ തന്നെയായിരുന്നു ഇപ്പോഴും ആ സ്ത്രീയുടേത്. വിളിച്ചു, എടുത്തു, സ്ഥലം മനസ്സിലാക്കി. ദാറ്റ്സ് ഓൾ. കലക്കി അജുവേട്ടാ. അജുവേട്ടൻ വക്കീൽ മാത്രമല്ല, പോലീസും ആവണായിരുന്നു. ആ SP കിരണാണ് നമ്മളെ ശരിക്കും ഇതിന് ഹെൽപ്പ് ചെയ്തത്. എന്നിട്ട് അവിടെ ചെന്നപ്പോ അവളെ കിട്ടിയോ? അതല്ല, അവളെങ്ങനെ ഈ അവസ്ഥയിലായത്? അവിടെ എത്തിയപ്പോ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. എന്നിട്ട് ഈ വടി കാണിച്ച് പാമ്പിനെ പിടിക്കും പോലെ നമ്മള് അടുത്ത വിദ്യയും എടുത്തു. എന്ത്? അവൾ വിളിക്കണ ആളിനെ ഞങ്ങൾ അങ്ങ് പോക്കി. ആ ആളിനെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് അവളെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ചു. എന്നിട്ട് അപ്പോ ആ ആക്സിഡന്റ് ആണ് അവളെ ഇങ്ങനെ ആക്കിയത്? അല്ല, ആരെ അവൾ വിളിച്ചിരുന്നേ? അത് ഞാൻ പിന്നെ പറയാം. ആജുവേട്ടാ, അത്ര രഹസ്യമാണോ? കോടതിയിലെ കേസല്ലേ, ചില രഹസ്യങ്ങള് ജഡ്ജിയുടെ മുമ്പിൽ വെളിപ്പെടുത്താവുന്ന. അല്ലെങ്കിൽ അതൊരു പക്ഷേ യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടാൻ വരെ സഹായിക്കും. താൻ ആരോടെങ്കിലും പറയുന്നു ഭയന്നിട്ടൊന്നുമല്ല. ചില കാര്യങ്ങൾ അറിഞ്ഞാൽ അത് നമ്മുടെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും. അത് ചിലപ്പോ നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. അത്രയും മനസ്സിലാക്കിയാൽ മതി. ആയിക്കോട്ടെ. ഇങ്ങനൊരു കഥ പോലെ പറയാൻ തോന്നുന്ന ദിവസം അതെന്നോട് പറഞ്ഞാ മതി. ഓക്കെ. അവസാനം ആരുമില്ലാത്തവനായത് ഞാനാണ് അൻസാറേ. താൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം ശരിയായി വരാൻ ഇനിയും സമയമെടുക്കുന്ന. ഇനി എന്ത് ശരിയാവാനാണ് അൻസാറേ? അരുണിമേനി എന്ന് പുറത്തു വരുന്ന താനീ പറയുന്നേ. അർജുൻ അവള് വക്കാലത്ത് കൊടുത്തപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ, ഇനി അവളെ അവൻ പുറത്തിറക്കില്ല. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. ലോകം മുഴുവൻ അനു മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും താൻ എന്താ എന്നോട് പറഞ്ഞത്? അവൾ എവിടെയോ ജീവനോടുണ്ടെന്നല്ലേ? അതെ, പക്ഷേ ഞാൻ വിചാരിച്ചത് അവളെ പുറത്തിറക്കാൻ വേണ്ടി അർജുൻ ചെയ്യുന്നൊരു നാടകമാണെന്നാണ്. പക്ഷെ ശങ്കർ പറഞ്ഞതുപോലെ അവൾ അപ്പോഴും അവന്റെ കസ്റ്റഡിയിലായിരുന്നു തന്നെയല്ലേ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്. അവളെ അങ്ങനെ കസ്റ്റഡിയിൽ വെച്ച് അർജുൻ ഒരു നാടകം കളിച്ച് എന്തിനാണെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്. അതും കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം പൂജയെ ജയിലിന് വിട്ടുകൊടുത്തിട്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് അവൾ അർജുന്റെ കസ്റ്റഡിയിൽ അല്ലായിരുന്നു എന്നാണ്. അവൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളെ അർജുൻ അറിയാമായിരുന്നിരിക്കണം. അവർ അവളെ അർജുന്റെ മുമ്പിൽ എത്തിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നിരിക്കണം. അല്ലാതെ അവൻ പൂജയെ വെച്ച് ഇങ്ങനെ ഒരു കളിക്ക് മുതിരില്ല. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വിഷയത്തിൽ ഒരുപാട് പേരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുതല്ല ഈ വിഷയം. ഓരോന്നും മറ്റെന്തിലേക്കൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴി ഒന്ന് അന്വേഷിക്കാം. എങ്ങനെയാണ് അർജുൻ അനുവിനെ കിട്ടിയത്? ഏതൊക്കെ ആളുകൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെന്ന് ഒരു കോൾ തനിക്ക് വന്നെന്നും
ആ കോളിൻ പ്രകാരം അന്വേഷിച്ചപ്പോഴാണ് അനു ആശുപത്രിയിലുള്ള വിവരം താൻ അറിഞ്ഞുവെന്നുമാണ് അർജുൻ കോടതിയിൽ പറഞ്ഞത്. കാര്യങ്ങൾ കുറെ കൂടി നമുക്ക് വ്യക്തമാവും. ഈ കുത്തേറ്റ് കിടക്കുന്ന സാക്ഷിയെ കാണുന്ന അരുണിമ അത് ചെയ്തത് പൂജയാണെന്ന് വിചാരിക്കുന്നു. പൂജയെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കരുതെന്ന് കരുതി കുറ്റം ഏറ്റെടുക്കുന്നു. അപ്പോഴോ? അതെ, അതാണ് സാധ്യത. അപ്പോ കൊലപാതകം നടത്തിയത് പൂജയല്ലെന്ന് അരുണിമ ആന്റിക്ക് വ്യക്തമായാല് അവർ മൊഴി മാറ്റി പറയും. എക്സാക്ട്ലി. ആന്റി മൊഴി മാറ്റാതെ നമുക്ക് കേസ് പ്രോസിക്യൂഷനെതിരായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോ സാക്ഷിയുടെ മരണം പ്രിയ കാരണമായിരിക്കണം. അതുകൊണ്ടാണ് അവൾ അതിന് തൊട്ടു പിന്നാലെ ഇവിടുന്ന് മുങ്ങിയത്. അതെ, അതവൾ ഏറ്റു പറയണം. അതൊരിക്കലും പറയാതിരിക്കാനാണ് അരുണിമയുടെ അതേ അവസ്ഥയിൽ ഓർമ്മയില്ലാത്തവളായി അവൾ അഭിനയിക്കുന്നത്. അത് പേടിക്കണ്ട, അവള് വാ തുറക്കും. അവളെ കൊണ്ട് പൂജ വാ തുറപ്പിക്കും. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ? നാളെ അച്ചമ്മ പുറത്തിറങ്ങുക. 3 ദിവസം ജയിലിൽ കഴിഞ്ഞതിന്റെ പകയായിട്ടായിരിക്കും അച്ചമ്മ പുറത്തിറങ്ങുക. പ്രിയയുടെ ഭാഗത്തെ അച്ചമ്മ നിൽക്കൂ. അങ്ങനെയാണെങ്കിൽ അവളെ കൊണ്ട് മിണ്ടിക്കാൻ പണിയാവും. എങ്ങനെ വന്നാലും പ്രിയ വാ തുറക്കണം. സാക്ഷിയുടെ മരണത്തിന് കാരണം താനാണെന്ന് പറയണം. പക്ഷേ അതിനുവേണ്ടി ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അത് പിന്നീട് തനിക്കും പൂജയ്ക്കും പാരയാവുകയുള്ളൂ. അല്ലാതെ അവളെ തുറന്ന് സമ്മതിക്കൂ? ഞങ്ങൾ പോലീസുകാരുടെ ഒരു വഴിയുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാത്ത മുറിവുകൾ ഉണ്ടാക്കും, അകമേ വേദനിപ്പിക്കുക. പറഞ്ഞു തരുന്നത് ക്രൈമാണ്. പക്ഷെ ചില കേസുകളിൽ ക്രൈമിനെ ക്രൈം കൊണ്ടേ നേരിടാൻ പറ്റൂ. എല്ലാം കഴിഞ്ഞപ്പോ എല്ലാ നഷ്ടവും എനിക്ക് മാത്രമായി. പൂജയെ അവൻ കൂളായിട്ട് ഇറക്കിക്കൊണ്ടങ്ങ് പോയി. സാക്ഷിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കൊലയ്ക്ക് കൊടുത്ത പ്രിയ ഇപ്പൊ അവന്റെ കസ്റ്റഡിയിലായി. നോക്കിക്കോ, അരുണിമയെയും അവൻ പുറത്തു കൊണ്ടുവരും. ചെയ്യട്ടോ? ആ, അത് ശരി. എല്ലാം കണ്ട് സഹിച്ച് ഞാൻ മാത്രം ഇവിടെ മിണ്ടാതിരിക്കണം അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ വല്ല ദൈവദാസ വേലയ്ക്കും പോവാ. സമാധാനം വരണമേ എന്ന് പ്രസംഗിച്ചോണ്ട് നടക്കാം. അത് മതിയോ? എടോ സേനാപതി, തന്റെ മോളെ ഇല്ലാതാക്കിയവരെ നിയമത്തിന് മുമ്പിലെത്തിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കുകയാണോ തന്റെ ലക്ഷ്യം? അതോ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണോ? ഇപ്പോഴത്തെ ഈ ചെറിയ ചെറിയ ലഹരിയിൽ അവർ ഇരിക്കട്ടോ. അപ്പ വേണം ശരിക്കും അറ്റാക്ക് ചെയ്യാൻ. തനിക്കിതെന്താണോ? എന്നെ വിശ്വാസമല്ലേ? ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഈ പണി ചെയ്യുന്നത്. അതല്ല സാറേ, ഇപ്പോഴത്തെ അവസ്ഥയായിരുന്നില്ല പണ്ട്. ശരിയാ. എടോ, തന്റെ മകളില്ലാതായി. ആ വിഷമവും അത് മനസ്സിലുണ്ടാക്കുന്ന തളർച്ച എനിക്ക് മനസ്സിലാവും. പഴയ നിയമത്തിൽ പറയുന്ന പോലെ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്ക്. നമുക്ക് പകരം വീട്ടാനുള്ള സമയമാവുന്നതേ ഉള്ളൂ. താനിത് എവിടെ ആയിരുന്നു ശങ്കരൻ? എത്ര ദിവസമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുക. തന്റെ ഫോൺ ഓഫ് ആയിരുന്നല്ലോടോ പലപ്പോഴും. ഒന്നും പറയണ്ട സാറേ, ഏട്ടൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അതിന്റെ പിറകെയായിപ്പോയി. ഫോണൊന്നും കിട്ടുന്ന സ്ഥലമായിരുന്നില്ല. വേണ്ട ശങ്കരൻ, ഒരുമാതിരി ഉടായ്പ വർത്തമാനം കൊണ്ടുവരല്ലേ. ഫോൺ കിട്ടാത്ത ഏത് സ്ഥലമാണോ ഈ ഇട്ടാവട്ടം കേരളത്തിനകത്തുള്ളത്? എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു സേനാപതി. സത്യം, ഏട്ടന്റെ കൂടെ ആയിരുന്നു മിക്കപ്പോഴും. അയാളുടെ മകൾക്ക് വേണ്ടിയുള്ള വഴിപാടുകൾ നടത്താനായി അമ്പലത്തിൽ നിന്ന് അമ്പലത്തിലേക്ക്. ആ പ്രിയയെ 10 ദിവസത്തിനുള്ളിൽ എന്റെ മുന്നിൽ എത്തിക്കൊന്ന് ചലഞ്ച് ചെയ്തിട്ട് പോയതല്ലേ താൻ? എന്നിട്ട് അവളുടെ നിഴലിനെ പോലും തൊടാൻ തനിക്ക് കഴിഞ്ഞോ? ആ അർജുനെ നോക്കടോ, അവൻ കൃത്യമായിട്ട് അവളെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയില്ലേ? അതുകൊണ്ട് എന്ത് കാര്യമാ ഉള്ളത്? അവക്ക് മിണ്ടാൻ പറ്റണ്ടേ? ഓ, അത് താൻ കാരണമായിരിക്കും. എടോ, ചക്ക വീണ് ചത്ത മുയലിനെ വെടിവെച്ചിട്ടതാണെന്ന് വീമ്പളക്കാനല്ലാതെ തന്നെ കൊണ്ട് എന്തെങ്കിലും നടക്കൂടോ ശങ്കറെ? തനിക്ക് കാശുണ്ടാക്കാനായിട്ട് താൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇറങ്ങി തിരിച്ചവനാ ഞാൻ. ദേ, ആ കാര്യമൊന്നും പറയണ്ട. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഇല്ലല്ലോ. ഞാൻ ഇപ്പോഴും ഏട്ടന്റെ കാര്യസ്ഥൻ തന്നെയല്ലേ. പിന്നെ ആ ആക്സിഡന്റിൽ ഏട്ടനും ഫാമിലിയും തീർന്നാൽ
താൻ പ്രതിഫലമായി ചോദിച്ചിരുന്നതും നിസ്സാര വിലയായിരുന്നില്ല. അത് പിന്നെ ഒരു ഡീലാവുമ്പോ അങ്ങനെയല്ല എന്റെ ശങ്കരെ. ആയിക്കോട്ടെ, പക്ഷേ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ഔദാര്യത്തിൽ സംസാരിക്കരുത്. അപ്പോ തനിക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ? എടോ തനിക്കൊക്കെ കൂടി വേണ്ടിട്ടാണോ എന്റെ മോൾ ഇല്ലാതായത്? സേനാപതി, താൻ അങ്ങനെ പറയരുത്. ജയിൽ ചാടിക്കണമെന്ന് പറഞ്ഞത് താനാ. പ്രിയെ കാണാൻ ആ രാത്രി തന്നെ പോകണമെന്നത് തന്റെ മോളുടെ വാശിയായിരുന്നു. ഞാൻ എല്ലാ കാലത്തും നിങ്ങൾ പറയുന്ന അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എല്ലാം അങ്ങ് മറുതലയിൽ ചാരല എന്റെ ശങ്കരെ. താൻ ഞങ്ങളെ കൂടെ കൂട്ടിയത് ഞങ്ങൾ നന്നാക്കാനൊന്നുമില്ലല്ലോ. തനിക്ക് തന്റെ ഏട്ടന്റെ സ്വത്ത് കിട്ടാനല്ലേ? സമ്മതിച്ചു. പക്ഷേ എന്നെ കൂടെ നിർത്താൻ കാരണം നിങ്ങൾക്ക് എന്റെ ഏട്ടനോടുള്ള പ്രതികാരമല്ലേ? എങ്ങനെ ഏട്ടൻ ഇല്ലാതാവണമെന്ന് അന്ന് നിങ്ങൾക്ക് വലിയ വാശിയായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങൾ പറഞ്ഞിട്ടുമില്ല. ശരിയാണോ? തന്റെ ഏട്ടന്റെ ഭാര്യയും മകളും കൊല്ലപ്പെടുകയും അയാൾ വെറും ചിറകറ്റ പക്ഷിയെ പോലെ ആയും തോന്നിയപ്പോഴാ ഞാനങ്ങ് പിന്മാറിയേ. ഒറ്റയടിക്ക് കൊല്ലുന്നതിനേക്കാള് അയാൾ അനുഭവിക്കുന്നത് കാണാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ ഇപ്പോഴോ ഭാര്യ മകൾ അടക്കം എല്ലാരും തിരിച്ചെത്താൻ പോവല്ലേ? ശങ്കറെ, അവരൊന്നിച്ചൊരു ജീവിതം ഉണ്ടാവുന്നു താൻ ഇനിയും വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ വൈരാഗ്യം, നിങ്ങളുടെ താല്പര്യം, ഞാനതിൽ ഇടപെടുന്നില്ല. പക്ഷേ എല്ലാത്തിന്റെയും കാരണം എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കരുത്. സ്നേഹസദനം സ്വന്തമാക്കണമെന്നുള്ള മോഹം ആരുടേതായിരുന്നു? നിങ്ങൾ രണ്ടുപേരുടേതായിരുന്നു. അതിനുവേണ്ടി ആ പ്രിയയെ കണ്ടെത്തി തേജയെ കൊണ്ട് പ്രേമനാടകം കളിപ്പിച്ചു. ഇതെല്ലാം വരുത്തി വെച്ചത് നിങ്ങൾ തന്നെയല്ലേ? കാര്യങ്ങൾ ഇത്രയും കുരുങ്ങി അതുകൊണ്ടാ. നന്ദഗോപന്റെ മകൾ ആരും അറിയാതെ അനാഥാലയത്തിൽ അവസാനിച്ചേനെ. എന്നിട്ടും പ്രിയയാണ് ഏട്ടന്റെ മകളെന്ന് തെറ്റിദ്ധരിപ്പിക്കാനേ ഞാൻ കൂട്ടുനിന്നിട്ടുള്ളൂ. എന്നിട്ടേ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. സേനാപതി, മരപ്പണി നന്നാകുന്നില്ലെങ്കിൽ ഉളിയെ പഴിക്കാൻ നിൽക്കരുത്. താൻ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പരാജയപ്പെട്ടെങ്കിൽ അത് തന്റെ കഴിവുകേട്. തന്റെ മകൾ അങ്ങോട്ട് പോയി തല വെച്ചു കൊടുത്തത് അവളുടെ വിഡ്ഢിത്തവും വാശിയും. തനി ശുംഭന്മാരെ പോലെ പെരുമാറരുത്. ഈ സമയത്താണ് നമ്മൾ വഴക്കൂടേണ്ടത്. നമ്മൾ തമ്മിലടിച്ച് അത് ഗുണം ചെയ്യുന്ന അർജുനായിരിക്കും. രണ്ടുപേരും അത് മറക്കരുത്. കൈവിടുത്ത രണ്ടുപേരും കൈ കൊടുക്കണോ? അച്ഛമ്മ അവിടേക്ക് വന്നോ? ഇല്ല. അല്ല, നിങ്ങളല്ലേ അച്ഛമ്മ കൊണ്ടുവരാൻ വേണ്ടി പോയത്? ഞങ്ങള് കുറെ നേരം ജയിലിന്റെ മുമ്പിൽ കാത്തു നിന്നു. അവിടെ അച്ഛമ്മയെ കണ്ടില്ല. പിന്നെ അന്വേഷിച്ചപ്പോ നേരത്തെ പോയിന്നാ പറഞ്ഞേ. ഇതിന്റെ പരിസരത്തൊക്കെ നോക്കിന്ന് പറ. ആ, ഇതിന്റെ പരിസരത്തൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു, കണ്ടില്ല. അജുവേട്ടാ, എന്താ കാര്യം? പൂജ, അച്ഛമ്മ നേരത്തെ ജയിലിൽ നിന്ന് ഇറങ്ങിന്ന്. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. അയ്യോ, അല്ല, എങ്ങോട്ടാ പോയേ? അജുവേട്ടാ, അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവും. അമ്പലത്തില്? ഹലോ, എന്താടാ? പൂജ പറയുന്നതേ അച്ഛമ്മ അമ്പലത്തിലേക്ക് പോയി കാണുമെന്നാ. അതെ, അമ്മ അമ്പലത്തിലുണ്ടാവുമെന്ന് പൂജ പറയുന്നു. ശരിയാ. സങ്കടം സഹിക്കാൻ പറ്റാതാവുമ്പോ അമ്മ ചെന്നിരിക്കുന്ന ഒരു അമ്പലമുണ്ട്. അർജുൻ, നീ പൂജയും കൂട്ടി അമ്പലത്തോട്ട് വാ. ഞങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോ ശരിയാവില്ല. ശരി അച്ഛാ. താൻ ചെന്ന് ഡ്രസ്സ് മാറാം. നമ്മളോട് ചെന്ന് വിളിക്കാതെ ചിലപ്പോ അച്ഛമ്മ വരില്ലെന്ന്. ചെല്ല്.
ഇവളെ അടിച്ച് ഈ പരുവത്തിലാക്കിയിട്ട് നീ ആ കുഞ്ഞിനെ കലക്കി കളഞ്ഞു. അച്ഛമ്മ വല്ല ഡിക്റ്റേറ്റീവ് നോവലും എഴുതേണ്ടതായിരുന്നു. എന്താ ഭാവന. പെറ്റി വീണപ്പോ മുതൽ നിന്നെയൊക്കെ കാണുന്നതല്ലേ ഞാൻ. നീ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതാണ് ഞാൻ ചിന്തിക്കുന്ന വിധം അച്ഛമ്മയ്ക്ക് അറിയാം. ഇന്നലെ വന്ന് കയറി ഇവള് ചിന്തിക്കുന്ന വിധം അച്ഛമ്മയ്ക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇവളെ പ്രഗ്നന്റ് ആണെന്ന് മാത്രം അച്ഛമ്മയ്ക്ക് അറിയൂ. ആരുടെ കുഞ്ഞാണെന്നുള്ള കാര്യം ഇവള് തന്നെ പറയണം. എന്റെ അനിയൻ അഖില് തെറ്റുകാരനല്ലാത്തതുകൊണ്ട് ഇവള് പ്രസവിക്കും വരെ കാത്തിരിക്കാന്ന് വെല്ലുവിളിച്ചു. അപ്പൊ തുടങ്ങിയ വരെ അവൾക്ക് ഒരവസരം വന്നപ്പോ അവള് തന്നെ അവളുടെ കൊച്ചിനെ ഇല്ലാതാക്കി. ഇനി അതുണ്ടായ വിധം എങ്ങനെയാണെന്നല്ലേ, അതിന് കുറച്ചുകൂടെ കാത്തിരിക്കേ. ഇവള് സംസാരിക്കുമ്പോ ഇവളെ കൊണ്ട് തന്നെ ഞാൻ അതിനുള്ള ഉത്തരവും പറയിപ്പിച്ചോളാം. എന്തൊരു മനുഷ്യനാടാ നീ. ഇത്ര മനുഷ്യ പറ്റില്ല സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ഈ വീടിന്റെ അവകാശിയാകാൻ പോകുന്ന കുട്ടിയായിരുന്നു അത്. ആദ്യമായി എന്റെ പേരക്കുട്ടിക്ക് പറക്കാൻ പോകുന്ന കുഞ്ഞ്. ആ കുഞ്ഞിനെയാ നീ ഇല്ലാതാക്കിയത്. അപ്പോ പേരക്കുട്ടിയുടെ കുഞ്ഞില്ലാതായതാണോ അച്ഛമ്മയുടെ വിഷമം? എന്താ അതൊരു വിഷമമല്ലേ? ആ കുഞ്ഞിനെ പ്രതി ഞാൻ എത്ര സ്വപ്നങ്ങൾ കണ്ടതാണെന്നോ. അച്ഛമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഈ വീട്ടിൽ ഒരു പേരക്കുഞ്ഞു വേണം. അതിപ്പോ അവക്ക് തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്കും പൂജയ്ക്ക് ഉണ്ടായ പോരെ അല്ലേ പൂജ? ഈ വീട്ടിലെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങളൊന്ന് മാറി നിൽക്കാൻ പോവാ. തിരിച്ചു വരുമ്പോ അച്ഛമ്മയുടെ ആഗ്രഹപ്രകാരം ഈ വീടിന്റെ അവകാശിയായി ഒരു കുഞ്ഞിക്കാലുണ്ടാവണമെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേക്ക്. പിന്നെ പ്രാർത്ഥിക്കുമ്പോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. ഞങ്ങളോട് ദേഷ്യമുണ്ടെന്ന് കരുതി ഒരുമാതിരി ഉടായ്പ പ്രാർത്ഥന നടത്തരുത്. അപ്പോ അച്ഛമ്മയും മധുവാനി വന്നിരുന്ന ഭക്ഷണം കഴിക്ക്. പ്രിയക്കുള്ളത് കനകേച്ചി പിന്നീട് വായി തള്ളി കയറ്റി കൊടുത്തോളും. നീ നിന്റെ ഭാര്യയും കൂടെ വെട്ടി വിഴുങ്ങിയാ മതി. മധു, ആ ഫോണെടുത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. താൻ കഴിക്ക്. അച്ഛാ കഴിക്ക്. എന്തൊക്കെയാ വിളിച്ചു പോകുന്നേ? അച്ഛനും വേണ്ടെന്നൊരു വിചാരമല്ലേ? ഞാനെന്തെങ്കിലും തെറ്റ് പറഞ്ഞു? ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ ടൂർ പോകുന്ന പറയുന്നത് സത്യാണോ? എന്താ കനകേച്ചി വരുന്നുണ്ടാ? കട്ടുറുമ്പാവാൻ ഞാനില്ല. മഹേശ്വരിയമ്മ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ കനകേച്ചി മുട്ടിപ്പായി പ്രാർത്ഥിക്കും. നല്ല തങ്കക്കുടം പോലത്തെ ഒരു കുഞ്ഞിനെ ഈ വീട്ടിലേക്ക്. കനകേച്ചി പോന്നു. അമ്മേ അമ്മേ. എന്താ മധു? ഇനി അതുമെല്ലാം സംഭവിക്കോ? എന്ത്? അർജുൻ ഇവിടുന്ന് മാറി നിൽക്കാന്ന് പറയുന്നതേ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയായിരിക്കോ? അമ്മേ, നമ്മുടെ കുഞ്ഞിവിടെ ഇങ്ങനെ കഴിയുമ്പോ അവരെ അങ്ങനെ സന്തോഷിപ്പിക്കാൻ വിടാൻ പാടില്ല. അമ്മ എങ്ങനെയെങ്കിലും അതൊന്ന് പൊളിക്കണം. നമ്മൾ പോണ്ടെന്ന് പറഞ്ഞ അവരെങ്ങാനും അനുസരിക്കുവോ? അതൊക്കെ അമ്മ വിചാരിച്ച നടക്കും. എന്തെങ്കിലും തടസ്സം പറഞ്ഞ് അവരെ ഇവിടെ തന്നെ നിർത്തണം. ഇതേ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അജുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അത് പറഞ്ഞത് സത്യമാണോ? എന്ത്? താഴെ വെച്ച് നമ്മൾ ടൂറിന് പോവാന്ന് പറഞ്ഞത്. എന്തേ? അജുവേട്ടൻ വേണമെങ്കിൽ പൊയ്ക്കോ, ഞാനില്ല. അതെന്താടോ താനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോവാനാ? അജുവേട്ടൻ എങ്ങനെയാ അത് ആലോചിക്കാൻ പോലും തോന്നിയേ?
ചിരിക്കാൻ ഞാൻ തമാശയായിട്ടല്ല പറഞ്ഞ, കാര്യായിട്ടാ. തനിക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ കൂടെ ടൂർ വരാൻ തനിക്ക് താല്പര്യമില്ല, അത്രയല്ലേ ഉള്ളൂ. താല്പര്യം ഇല്ലഞ്ഞിട്ടല്ല ജോട്ടാ. അതെനിക്കറിയാലോ, അതുകൊണ്ടല്ലേ നമ്മൾ ടൂർ പോകുന്നു പറഞ്ഞത്. അരുണിമാമ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോ നമ്മൾ ടൂറിന് പോകുന്നത് ശരിയാണോ ജോട്ടാ? ഓഹോ, അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ജയിലിൽ പോയി ആന്റിയുടെ സമ്മതം വാങ്ങിട്ട് പോയാലോ? ഒരു കുത്തു വെച്ചേരട്ടോ. ആദ്യം അമ്മയെ പുറത്തിറക്കാൻ നോക്ക്, എന്നിട്ട് അവൻ ടൂറൊക്കെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ചേട്ടാ, ഞാൻ കളിയായിട്ടല്ല പറയുന്നേ. മനസ്സിലായടോ, ഞാൻ അപ്പൊ അച്ഛമ്മ ഒന്ന് പിരികേറ്റാൻ വേണ്ടി പറഞ്ഞതല്ലേ, അല്ലാതെ നമ്മള് ടൂർ ഒന്നും പോകുന്നില്ല. അരുണിമാന്റിയെ പുറത്തിറക്കുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ പിന്നെ അതല്ലേ ഞാൻ ആദ്യം ചെയ്യുള്ളൂ. അത് ശരി, അപ്പൊ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെല്ലാവരും കേൾക്കണം, അതനുസരിച്ച് പെരുമാറുകയും വേണം. നീ കൂടെ വാനന്തേ. എന്താ അമ്മ മണിയടിയും വിളംബരവും ഒക്കെ? ഈ വീട്ടില് എന്തോ പുതിയ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ പോവാ അച്ഛമ്മ. പരസ്പരം മിണ്ടാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല, 3 നേരം മിണ്ടാൻ പാടില്ല, അങ്ങനെ വല്ലതും ആണോ? നീ ഒന്നും മിണ്ടാതിരിക്ക അർജുൻ, അമ്മ പറയട്ടെ. അച്ഛമ്മ പറയാൻ പോകുന്ന എന്താന്നൊക്കെ എനിക്കറിയാം അച്ഛൻ, പക്ഷേ അത് അച്ഛമ്മ തന്നെ പറയട്ടെ. പറ അച്ഛമ്മ. എല്ലാം പരിഹാസത്തോടെ എടുക്കുന്നവരോടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അനുമോളുടെ കാര്യത്തിൽ എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. മരുന്നും ചികിത്സയും കൊണ്ട് മാത്രം ഒരു പ്രശ്നവും തീരില്ല. ദൈവങ്ങൾ പ്രസാദിക്കേണ്ടത് ദൈവങ്ങൾ തന്നെ ചെയ്യണം. അരുണിമ ജയിലിൽ നിന്ന് വരുമ്പം ഇങ്ങനെ ഒരു അനുക്കുട്ടിയെ മുന്നിൽ നിർത്തി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതിനിപ്പോ എന്ത് വേണമെന്ന് അച്ഛമ്മ പറയുന്നത്? പറയുമ്പോ തോക്കി കയറി വെടിവെക്കല്ലേ അർജുൻ. ഈ വീട്ടിൽ വരുന്ന മാസം ഏകാദശിയുടെ അന്ന് ഒരു വലിയ പൂജ ഞാൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പൂജയുടെ ഭാഗമായി എല്ലാവരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. കേട്ടോ അച്ഛ, ഇതാണ് ഞാൻ അച്ഛമ്മ പറയാൻ പോകുന്ന കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞത്. ആ പൂജ കഴിയുന്നതുവരെ ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്, അല്ല അച്ഛമ്മ? ഇതങ്ങനെ ഇവന് മനസ്സിലായി? ഇനി പറയുന്ന വല്ലതും ഒളിഞ്ഞു ഒന്ന് കേട്ടു കാണോ? അതാൻഡി, നിങ്ങൾ പൂജ പ്ലാൻ ചെയ്തൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. എന്താ അർജുൻ, നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇല്ല, അച്ഛമ്മ പറഞ്ഞു. അച്ഛമ്മ ഈ പൂജ പ്ലാൻ ചെയ്യുന്നതിന് എന്തിനാണെന്നറിയോ? നമ്മുടെ യാത്ര മുടക്കാൻ. നമ്മൾ പോകുന്നില്ല എന്നുള്ള വിവരം അറിഞ്ഞാലേ ഈ പൂജ മന്ത്രം അതൊക്കെ അപ്പ തീരും. എന്താ അർജുൻ, നിനക്ക് അവക്കും കൂടി ഇത് മുടക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ല അച്ഛമ്മ. അത് നടന്നു കാണണമെന്ന് ഞങ്ങള് പറയും. അത് ശുദ്ധാശുദ്ധങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഈ വീട്ടിൽ എല്ലാവരും ജീവിക്കാൻ. മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കണം. നമ്മൾ പ്ലാൻ ചെയ്ത യാത്രയ്ക്ക് പാര വയ്ക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടോ പൂജ?